ഹലോ ലവ്ലി പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊല്ലത്തെ ഓണാഘോഷം അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് കേട്ടോ. തലേ ദിവസം തന്നെ ഞാൻ വാങ്ങിയ പച്ചക്കറികളൊക്കെ, പ്രത്യേകിച്ച് വേപ്പില, പച്ചമുളക്, ഇഞ്ചി, പിന്നെ തക്കാളി, മല്ലിയില, അതൊക്കെ ഞാൻ കഴുകി ഡ്രൈ ആക്കിയിട്ട് സെപ്പറേറ്റ് പാത്രത്തിലാക്കി വെക്കും. അപ്പോൾ നമുക്കതൊരു 2-3 വീക്സോളം ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ സദ്യയ്ക്ക് വേണ്ട കാളനും ഇഞ്ചിയും പുളിയും പിന്നെ കായ വറുത്തതും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ പിറ്റേ ദിവസത്തെ കറിക്ക്, അവിയലിന്, സാമ്പാറിനൊക്കെ വേണ്ട ഇതൊക്കെ പച്ചക്കറികളൊക്കെ അരിഞ്ഞും ഫ്രിഡ്ജിലാക്കി വെച്ചു. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ കാലത്ത് എണീറ്റ് തിരുവോണത്തിൻ്റെ അന്ന് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ചെറിയൊരു പൂക്കളൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വിട്ടു. സാമ്പാർ, അവിയൽ, പൈനാപ്പിൾ പച്ചടി, പിന്നെ കായത്തോലും പയർ ഉപ്പേരി, രസം, ചോറ്, പപ്പടം, പിന്നെ പാലട പായസം. അച്ചാർ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയതുണ്ടായിരുന്നു. പാലട പായസം ആണ് ഇവിടുത്തെ കുഞ്ഞാറ്റയ്ക്കായാലും നിരീക്ഷനായാലും ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലിൽ വെച്ചിട്ട് ഞാൻ അത് പാലട പായസം ഉണ്ടാക്കി. അടിപൊളിയായിരുന്നു. എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ പറയല്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ തന്നെ പ്രൗഡാണ് ഇപ്രാവശ്യത്തെ ഓണത്തിന്. അതാണ് എന്താ പറയുക, ഞാൻ ആരുടെയും ഹെൽപ്പില്ലാതെ സദ്യ ഒറ്റയ്ക്ക് ഇത്രയും വിഭവങ്ങളൊക്കെ വെച്ച് പ്രിപ്പയർ ചെയ്തു. കാരണം എനിക്കതിനുള്ളൊരു അവസരം വരാറില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനാണ് ഏറ്റവും ഇളയത്. അപ്പോൾ എൻ്റെ 2 ചേച്ചിമാരുണ്ട് എല്ലാം ചെയ്യാനായിട്ട്. ഞാൻ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് തന്നെ കഴിക്കാൻ വേണ്ടി മാത്രമാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ എൻ്റെ വീട്ടിലെ ബെസ്റ്റ് കുക്ക് എന്ന് പറയുന്നത് എൻ്റെ വല്യേച്ചിയാണ്. അവളുണ്ടാക്കുന്ന എല്ലാം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ നിരീഷിൻ്റെ വീട്ടിലാണെങ്കിലും മമ്മി ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം ഞാൻ ഒറ്റയ്ക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ആഘോഷിച്ച് ആസ്വദിച്ച് കഴിച്ചു. അതാണ് ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ഓണമൊക്കെ ആഘോഷിച്ചു, നല്ല ഫോട്ടോ ഒക്കെ എടുത്തു, ഭക്ഷണമൊക്കെ കഴിച്ച്. നാട്ടിലാണെങ്കിൽ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അതിൻ്റെ ഫോട്ടോസും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. കുട്ടി എന്താ പറയുക, ഓർക്കാൻ ഒരുപാട് മെമ്മറീസ് ഉള്ള ഓണമായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.